പാകിസ്ഥാനെതിരായ ആദ്യ ടെസ്റ്റ് വിജയിച്ച വെസ്റ്റ് ഇൻഡീസുകാരിൽ പതിവില്ലാത്ത ഒരു ഊർജവും സന്തോഷവും കാണാമായിരുന്നു. മത്സരശേഷം നടന്ന പ്രസന്റേഷൻ സെറിമണിയിൽ വിൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൻ ചേസ് പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കൻ പരമ്പരയ്ക്ക് മുന്നോടിയായി ചേർന്ന പരിശീലന ക്യാമ്പ് ടീമെന്ന നിലയിൽ കൂടുതൽ അടുക്കാനും ഞങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സമീപകാല വിജയങ്ങൾക്ക് കാരണം മാസങ്ങളുടെ കഠിനാധ്വാനവും ടീമംഗങ്ങളുടെ ആത്മവിശ്വാസവുമാണെന്ന് റോസ്റ്റൻ ചേസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 8ാമതാണ് വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ. ഏറ്റവും പിന്നിലുള്ള പാകിസ്ഥാന് തൊട്ടു മുന്നിൽ മാത്രം. 11 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 2 സമനിലയും 7 തോൽവിയും സഹിതം 30 പോയിന്റ് മാത്രമാണുള്ളത്. അവസാന 3 മത്സരത്തിലാണ് ആ 2 ജയവും 1 സമനിലയും വന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. പഴയ പ്രതാപത്തിലേക്ക് പോവുകയാണോ വെസ്റ്റ് ഇൻഡീസ്? ഇടക്കാലത്ത് കൈമോശം വന്ന ഫാസ്റ്റ് ബൗളിംഗ് എന്ന കല ഒരിക്കൽ കൂടി തിരിച്ചു പിടിക്കുകയാണോ വിൻഡീസ്? ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാനെതിരായ പരമ്പരയിലേക്ക് കടന്നത്. ടാരുബയിലെ ബ്രയാൻ ലാറ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 90 റൺസിനാണ് വിൻഡീസ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ആദ്യ ഇന്നിംഗ്സ് ഏറെക്കുറെ ശക്തമായ പോരാട്ടമായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ പാക് പടയെ എറിഞ്ഞിട്ടാണ് വിൻഡീസ് ജയമാഘോഷിച്ചത്. ജസ്റ്റിൻ ഗ്രീവ്സിൻ്റെ ലോക റെക്കോർഡ് പ്രകടനം എടുത്തു പറയാം. ആദ്യം തുടർച്ചയായി 5 ഓവറുകളിൽ റൺ വഴങ്ങാതെ വിക്കറ്റെടുത്താണ് ഗ്രീവ്സ് റെക്കോർഡ് കുറിച്ചത്. 10 വർഷം മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4 മെയ്ഡൻ ഓവറുകളിൽ 4 വിക്കറ്റെടുത്ത സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ജസ്റ്റിൻ ഗ്രീവ്സ് തൻ്റേതാക്കി മാറ്റിയത്. 64ാം ഓവറിൻ്റെ അവസാന പന്തിൽ സെഞ്ചുറി നേടിയ ഷാൻ മസൂദിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയാണ് ഗ്രീവ്സ് തുടങ്ങിയത്. അടുത്ത ഓവറുകളിൽ യഥാക്രമം ആമർ ജമാൽ, അലി ഉസ്മാൻ, മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് അബ്ബാസ് എന്നിവരുടെയും വിക്കറ്റുകൾ വീഴ്ത്തി. ആദ്യ സ്പെല്ലിൽ 4 ഓവറിൽ 18 റൺസ് ഗ്രീവ്സ് വിട്ടുകൊടുത്തിരുന്നു. 1 വിക്കറ്റ് പോലും നേടാനും കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത സ്പെല്ലിൽ ആഞ്ഞടിച്ച ഗ്രീവ്സ് 7 ഓവറിൽ 5 മെയ്ഡൻ ഉൾപ്പെടെ 5 വിക്കറ്റ് കൊയ്തു. 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഗ്രീവ്സിൻ്റെ ഇക്കോണമി 1.5-ലും താഴെയായിരുന്നു. ടാരുബയിൽ 40 വിക്കറ്റുകളും പേസർമാരാണ് എടുത്തത്. പാക് നിരയിൽ അലി ഉസ്മാനും വിൻഡീസ് ബൗളർമാരിൽ ജോമൽ വാരിക്കനുമായിരുന്നു സ്പിന്നർമാർ. അലി ഉസ്മാൻ 13 ഓവറുകളിൽ 1ാം ഇന്നിംഗ്സിൽ എറിഞ്ഞു. വാരിക്കൻ 2 ഇന്നിംഗ്സിലുമായി 18 ഓവറും എറിഞ്ഞു. വിക്കറ്റൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഭേദപ്പെട്ട രീതിയിൽ അടി വാങ്ങുകയും ചെയ്തു. 2 ഇന്നിംഗ്സിലുമായി 13 വിക്കറ്റുകൾ പങ്കിട്ട പ്ലെയർ ഓഫ് ദ മാച്ച് കൂടിയായ ജസ്റ്റിൻ ഗ്രീവ്സിനും ജേസൺ സീൽസിനുമാണ് ക്യാപ്റ്റൻ റോസ്റ്റൻ ചേസ് വിജയത്തിൻ്റെ ക്രെഡിറ്റിൽ വലിയൊരു പങ്കു നൽകുന്നത്. പന്തിന് നല്ല മൂവ്മെൻറ്റുള്ള വിക്കറ്റിൽ ഗ്രീവ്സ് നന്നായി തിളങ്ങുമെന്ന് തനിക്കറിയാമായിരുന്നു. സാധാരണയായി റൺസ് വിട്ടുകൊടുക്കാതിരിക്കുമ്പോൾ വിക്കറ്റ് ലഭിക്കാറില്ല, അല്ലെങ്കിൽ വിക്കറ്റ് ലഭിക്കുമ്പോൾ റൺസ് വഴങ്ങേണ്ടിയും വരും. എന്നാൽ ഇവ രണ്ടും ഒരുപോലെ ചെയ്യാൻ കഴിവുള്ളയാളാണ് ഗ്രീവ്സ് എന്നാണ് ചേസിൻ്റെ സർട്ടിഫിക്കറ്റ്. ബാറ്റിങ്ങിൽ വിമർശനം നേരിട്ട ടാക്നരൻ ചന്ദ്രപോളിനെ സംരക്ഷിക്കാനും ചേസ് മറക്കുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ 77 പന്തിൽ 21-ഉം 2ാം ഇന്നിംഗ്സിൽ 101 പന്തിൽ 35-ഉമായിരുന്നു ചന്ദ്രപോളിൻ്റെ സ്കോർ. റൺ റേറ്റ് കാര്യമായി കുറച്ചുവെന്നായിരുന്നു ചന്ദ്രപോളിനെതിരായ വിമർശനം. എന്നാൽ ഇതുവരെ കളിച്ച 14 ടെസ്റ്റുകളിൽ നിന്ന് 37.11 സ്ട്രൈക്ക് റേറ്റിൽ 726 റൺസാണ് ചന്ദ്രപോൾ ഇതുവരെ നേടിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് അവസാനിച്ച മത്സരത്തിൽ സാവധാനം ബാറ്റ് ചെയ്തു എന്നത് വലിയ പ്രശ്നമല്ലെന്നും ക്രീസിൽ ഒരുപാട് സമയം നിന്ന് ബൗളർമാരെ തളർത്തി അതിലൂടെ പുറകെ വരുന്ന ബാറ്റർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നതാണ് അവൻ്റെ ചുമതലയെന്നും ചേസ് പറയുന്നു. 2 മണിക്കൂറെങ്കിലും ക്രീസിൽ നിന്ന് സീം കണ്ടീഷനുകളിൽ പുതിയ പന്തിൻ്റെ മൂവ്മെൻറ്റ് അതിജീവിക്കുന്നതും പ്രധാന കാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻ. വിൻഡീസുകാരുടെ വിജയതൃഷ്ണയുടെ മറ്റൊരു ഉദാഹരണവും ഈ മത്സരത്തിലുണ്ടായിരുന്നു. ബൗണ്ടറി ലൈനിൽ വെച്ച് ഒരു പന്ത് സേവ് ചെയ്തതിന് സഹതാരത്തെ ചീത്ത വിളിച്ച് ജെയ്ഡൻ സീൽസിൻ്റെ പ്രവൃത്തി. ബാബർ അസം സ്ക്വയർ ലെഗിലേക്ക് അടിച്ച പന്ത് ജോമൽ വാരിക്കൻ കയ്യിലെടുത്തു. ലീവ് ചെയ്യാനായി സീൽസ് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. ശേഷം സീൽസിൻ്റെ മുഖത്ത് നിരാശയും പ്രകടമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് മുന്നോട്ട് വെച്ച 211 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ അപ്പോൾ ജയിക്കാൻ 98 റൺസ് കൂടി വേണമായിരുന്നു. കയ്യിലാണെങ്കിൽ അവസാന വിക്കറ്റ് മാത്രം. കളിക്കാൻ ഇനിയും 1.5 ദിവസത്തോളം ബാക്കിയുണ്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ വമ്പൻ വിജയത്തിനിടയിൽ സമയം മാത്രമായിരുന്നു തടസ്സമായി നിന്നത്. എന്നിട്ടും സീൽസ് ദേഷ്യപ്പെട്ടു. ടീ ബ്രേക്കിന് തൊട്ടു മുമ്പുള്ള അവസാന ഓവറായിരുന്നു അത്. വാരിക്കൻ പന്ത് കയ്യിലെടുത്തതോടെ അത് ബൗണ്ടറി കടക്കാതെയായി. പാകിസ്ഥാൻ ബാറ്റർമാർ 1 റൺ ഓടിയെടുത്തതോടെ മുഹമ്മദ് അബ്ബാസിന് സ്ട്രൈക്ക് നഷ്ടപ്പെടുകയും സഹതാരങ്ങൾ ഓരോരുത്തരായി പുറത്തായപ്പോഴും പിടിച്ചു നിന്ന ഏക ബാറ്ററായ ബാബർ അസം വീണ്ടും സ്ട്രൈക്കിലെത്തുകയും ചെയ്തു. അബ്ബാസ് ആയിരുന്നെങ്കിൽ സീൽസിന് അടുത്ത പന്തിൽ തന്നെ മത്സരം അവസാനിപ്പിക്കാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആ വിക്കറ്റ് തൻ്റെ പേരിൽ തന്നെ ചേർക്കുകയും ചെയ്യാമായിരുന്നു.
ടെസ്റ്റിലെ തന്റെ 4ാമത്തെ ഫൈഫറുമായി മാറുമായിരുന്നു അത്. അതിന് തൊട്ടുമുമ്പത്തെ ഓവറിൽ ഷമർ ജോസഫിന്റെ അവസാന പന്ത് തടയാൻ സീൽ ശ്രമിച്ചിരുന്നില്ല. കാരണം ബൗണ്ടറി പോയാൽ അടുത്ത ഓവറിലെ 6 പന്തും അബ്ബാസിന് നേരെ എറിയാൻ അവസരം ലഭിക്കുമായിരുന്നു. ഒരർത്ഥത്തിൽ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റിന് നിരക്കുന്നതാണോ ഈ പ്രവൃത്തി എന്ന ചോദ്യം ബാക്കിയുണ്ടാകും. എന്നാൽ ഈ വിൻഡീസ് സംഘത്തെ സ്വന്തം നാട്ടിലെങ്കിലും ആരും കുറ്റം പറയില്ല. ടെസ്റ്റ് ക്രിക്കറ്റിനെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് പൂർണ്ണ മനസ്സോടെ കളിക്കുക എന്നത് തന്നെയാണ്. ആ ഒരു മാനദണ്ഡത്തിൽ നോക്കിയാൽ സീൽസിനെയോ വെസ്റ്റ് ഇൻഡീസിനെയോ ഈ പേസ് നിരയെയോ ഒട്ടും കുറ്റപ്പെടുത്താനാവില്ല. T20 ഫ്രാഞ്ചൈസി ലീഗുകൾക്ക് വേണ്ടി കളിക്കാർ അന്താരാഷ്ട്ര ക്രിക്കറ്റ് തന്നെ ഉപേക്ഷിക്കുന്ന വിൻഡീസിൻ്റെ പ്രധാന പേസ് നിര ടെസ്റ്റ് ക്രിക്കറ്റിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. കട്ട്ലി ആംബ്രോസിന് ശേഷം 300 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ വിൻഡീസ് ബോളറായി കെമറോഷ് മാറിയത് അടുത്താണ്. റോഷിന് അർഹമായ പ്രശംസ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ നേടിയ 300-ൽ റോഷ് വിൻഡീസിൽ നേടിയ 206 വിക്കറ്റുകളുടെ ശരാശരി കൃത്യം 22 താരതമ്യം ചെയ്തു നോക്കിയാൽ ഓസ്ട്രേലിയയിൽ ഗ്ലെൻ മഗ്രാത്തിനേക്കാളും ന്യൂസിലൻഡിൽ റിച്ചാർഡ് ഹാഡ്ലിയേക്കാളും ഇംഗ്ലണ്ടിൽ ജെയിംസ് ആൻഡേഴ്സൺ, സ്റ്റുവർട്ട് ബ്രോഡ് എന്നിവരെക്കാളും മികച്ചതാണിത്. സ്വന്തം നാട്ടിൽ കുറഞ്ഞത് 200 വിക്കറ്റുകൾ നേടിയ ക്രിക്കറ്റ് ചരിത്രത്തിലെ 4 ഫാസ്റ്റ് ബോളർമാർ ഒഴികെ മറ്റെല്ലാവരെക്കാളും മികച്ച കണക്കാണിത്. 17 വർഷത്തെ കരിയറിൽ റോഷ് ആകെ 46 T20 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അവസാനത്തേത് 8 വർഷം മുമ്പായിരുന്നു. ഈ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പരിശീലകൻ ഡാരൻ സമിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന അൽസാരി ജോസഫ് പോലും ഒരു പതിറ്റാണ്ടായി വെസ്റ്റ് ഇൻഡീസിനായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ ബോളർമാരാരും അൽസാരി കളിച്ച 42 ടെസ്റ്റുകളുടെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. ഈ നൂറ്റാണ്ടിൽ പാക് താരങ്ങളിൽ ഒരു ടെസ്റ്റ് അധികം കളിച്ച ഉമർ ഗുൽ മാത്രമാണ് അൽസാരിയേക്കാൾ കൂടുതൽ മത്സരം കളിച്ച താരം. സീൽസ് 25 വയസ്സിനു മുമ്പ് 100 വിക്കറ്റുകൾ തികച്ച ചുരുക്കം ചില വിൻഡീസ് ബോളർമാരിൽ ഒരാളാണ്. 2020യേക്കാളേറെ ടെസ്റ്റിനാണ് സീൽസും പ്രാധാന്യം കൊടുക്കുന്നത്. 2020-ലാകെ 9 മത്സരങ്ങൾ മാത്രമാണ് സീൽസ് കളിച്ചതെന്ന് ഓർക്കണം. 2021-ൽ സീൽസിൻ്റെ അരങ്ങേറ്റത്തിനു ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ 10 ബോളർമാരുടെ പട്ടികയിൽ 3 വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർമാരുണ്ട്. സീൽസ്, അൽസാരി ജോസഫ്, കെമറോഷ്. 7 മുതൽ 9 വരെയുള്ള സ്ഥാനങ്ങളിലാണിവർ. 2024 ജനുവരി മുതൽ, അതായത് ഷമർ ജോസഫ് ടെസ്റ്റ് കളിച്ചത് മുതൽ നോക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസിന് തൊട്ടു പിന്നിലായി 8ാം സ്ഥാനത്തുണ്ട്. പട്ടികയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യ ബോളറെ കാണാൻ 30ാം സ്ഥാനം വരെയും 2ാമത്തെ പട്ടികയിൽ ആദ്യ 20-ന് പുറത്തും തിരയേണ്ടി വരും. എന്നാൽ പുതിയ തലമുറയിൽ പലപ്പോഴും മികച്ച ബാറ്റർമാരുടെ പിന്തുണയില്ലാത്തതാണ് വെസ്റ്റ് ഇൻഡീസിന് കൂടുതൽ ജയങ്ങൾ അന്യം നിന്ന് പോകാൻ കാരണം.